ഏറ്റവും കൂടുതൽ ദുരന്തമാകുന്ന വാർത്ത ഭൂരിഭാഗവും വരുന്നത് പിഞ്ചു മക്കളുടെ മരണവാർത്ത കേൾക്കുമ്പോഴാണ്. കുഞ്ഞു കുട്ടികളുടെ മരണവാർത്ത എത്രമാത്രമാണ് ഓരോരുത്തരെയും വേദനപ്പെടുത്തുന്നതെന്ന് നമുക്ക് അറിയാം. അത്തരത്തിലൊന്നായി മാറുകയാണ് ഇപ്പോൾ ഷാർജയിൽ നിന്ന് കേട്ട കുഞ്ഞിൻ്റെ വാർത്ത. ഷാർജയിൽ മകൻ്റെ മരണത്തിനിടയാക്കിയ വാഹന അപകടത്തിന് ഉത്തരവാദിയായ ഡ്രൈവർക്ക് മാപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളി ദമ്പതികൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് ദൈവം ഇങ്ങനൊരു മകനെ നൽകിയത്. പൊന്നുപോലത്തൊരു മകൻ. എല്ലാവരും അവൻ്റെ കളിച്ചിരികൾ കണ്ട് രസിച്ച് തീർന്നില്ല, മതിയായില്ല. അതിനു മുൻപേ അത് തന്ന ദൈവം തന്നെ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് മാതാവിനോടൊപ്പം പിതാവിനെ കാണാനെത്തിയ പിഞ്ചു ബാലനാണ് വാഹനാപകടത്തിൽ മരിച്ചത്. മലപ്പുറം ചട്ടിപ്പറമ്പ് നെല്ലോളി സ്വദേശി ഷറഫുദ്ദീൻ്റെയും സഫ്നയുടെയും മകൻ അലൻ റൂമിക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. 6 വർഷമായിരുന്നു അവന് വേണ്ടി കാത്തിരുന്നത്. പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ കാത്തിരുന്നും ആറ്റുനോറ്റും കിട്ടിയ ഒരു മകനായിരുന്നു. ഒടുവിൽ അവരുടെ കൺമുന്നിലായിരുന്നു മകനെ നഷ്ടമായത്. പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്കെടുത്ത വാഹനമിടിച്ചാണ് അപകടമുണ്ടായത്. ഉള്ളുരുകുന്ന വേദനയ്ക്കിടയിലും ആ അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവറെ നിയമക്കുരുക്കിൽ നിന്ന് മോചിപ്പിക്കാൻ മാപ്പ് നൽകിയിരിക്കുകയാണ് മലയാളി ദമ്പതികൾ. മാപ്പ് നൽകിയത് മലയാളി ഡ്രൈവർക്കാണ് എന്നാണ് സൂചന. ഈ മാസം 11-നാണ് ഷാർജയിൽ അലൻ റൂമി മരണത്തിനിടയായ വാഹനാപകടം ഉണ്ടായത്. സന്ദർശക വിസയിൽ ഷാർജയിൽ ഭർത്താവിൻ്റെ അടുത്ത് മകനെയും കൊണ്ടെത്തിയതായിരുന്നു സഫ്ന. ഫ്ളാറ്റിന് സമീപം മണൽ വിരിച്ച പാർക്കിംഗ് ഏരിയയിൽ മാലിന്യം നിക്ഷേപിക്കാൻ സഫ്ന പോയപ്പോൾ കൂടെയുണ്ടായിരുന്ന അലൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് കുതിറി ഓടുകയും തൊട്ടടുത്തൊക്കെ പാർക്ക് ചെയ്തിരുന്ന വാഹനം എടുക്കുന്നതിനിടയിൽ കുട്ടി അതിനിടയിൽ പെടുകയും ചെയ്തിരുന്നു. ഡ്രൈവർക്ക് കുട്ടിയെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തെ ക്രൂശിച്ചതുകൊണ്ട് ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തിരികെ കിട്ടില്ലല്ലോ. മറ്റൊരു കുടുംബം കൂടി കണ്ണീരിലാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിതുമ്പലോടെ ഷറഫുദ്ദീൻ പറഞ്ഞതാണിത്. അപകടം നടന്ന ഉടനെ ഡ്രൈവർ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. ആന്തരിക രക്തസ്രാവം മൂലം ജീവൻ രക്ഷിക്കാനായില്ല. ദുരന്തം മനഃപൂർവ്വം സംഭവിച്ചതല്ലെന്നും സ്വന്തം കുഞ്ഞിന്റെ വേർപാടിന് പിന്നാലെ മറ്റൊരു കുടുംബം കൂടി ദുരന്തത്തിലാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഷറഫുദ്ദീൻ വ്യക്തമാക്കി. തലാൽ ഗ്രൂപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷറഫുദ്ദീനെ കാണാൻ കഴിഞ്ഞ മാസം 18-നാണ് അലനും അമ്മയും സന്ദർശക വിസയിൽ ഷാർജയിൽ എത്തിയത്. അവർ മകനോടൊപ്പമുള്ള അവരുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു. മകനെ കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒപ്പയ്ക്ക്. അങ്ങനെയാണ് ഷറഫുദ്ദീൻ മകനെയും ഭാര്യയും ഇവിടേക്ക് വരുത്തിച്ചത്. ഇനി ഇവിടെ നിൽക്കാമെന്നും നോമ്പുകാലമെല്ലാം ഇവിടെ നിൽക്കാമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു വിളിച്ചത്. നല്ലൊരു റംസാനായിരുന്നു. അവൻ്റെ ആദ്യത്തെ റംസാനായിരുന്നു എന്ന് കൂടി പറയണം. അതെല്ലാം ഭംഗിയായി ആഘോഷിക്കണമെന്നും നല്ല രീതിയിൽ തന്നെ അവനെയും അവളെയും ഇവിടെ നിർത്തി നാട്ടിലേക്ക് ഒരുമിച്ച് പോകണമെന്നുമൊക്കെയായിരുന്നു ഷറഫുദ്ദീൻ്റെ ആഗ്രഹം. എല്ലാ പെരുന്നാളിനും നാട്ടിൽ പോകുന്നത് പോലെ പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു ഈ കുടുംബം. എന്നാൽ പിന്നീട് വിധിച്ചത് ഇങ്ങനെയൊരു വലിയ ദുരന്തമായിരുന്നു. എന്നാൽ അതിനെല്ലാം മാപ്പ് കൊടുക്കാൻ അവർക്ക് ദൈവം സഹായിച്ചതും മനസ്സും തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.